ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിലെ മാർച്ച് 15 എഡിഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല പോയിന്റുകളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വരാനിരിക്കുന്ന എല്ലാ എക്സാമിനും ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ നന്നായിട്ട് ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ നോട്ട്സൊക്കെ തയ്യാറാക്കിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇറാൻ്റെ നമുക്കറിയാലോ, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. മിക്കവാറും ഇങ്ങനെയുള്ള നടപടികളും ഓപ്പറേഷൻസൊക്കെ ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയാണ് കേട്ടോ. അമേരിക്ക നടത്തുന്നതാണ്. USA-യും ഇസ്രായേലും സംയുക്തമായിട്ട് ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ സിംഹഗർജനം അല്ലെങ്കിൽ ഗർജിക്കുന്ന സിംഹം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അമേരിക്ക ഒറ്റയ്ക്കാണെങ്കിൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി, USA-യും ഇസ്രായേലും കൂടെ ചേർന്നിട്ടാണെങ്കിൽ അത് ഓപ്പറേഷൻ സിംഹഗർജനം. ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെയുള്ള ഇറാൻ്റെ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെ ഇറാൻ്റെ സൈനിക നടപടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗൾഫിനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നതും ഒമാൻ, UAE, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഹോർമൂസ് കടലിടുക്ക് അടച്ച ഇറാൻ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹോർമൂസ് കടലിടുക്ക് ഏതൊക്കെ രാജ്യത്തിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്? നമ്മുടെ ഗൾഫിനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ഏതാണ്? അത് ഹോർമൂസ് കടലിടുക്കാണ്. കൂടാതെ ഒമാൻ, UAE, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഏത് കടലിടുക്ക്? ഹോർമൂസ് കടലിടുക്ക് കേട്ടോ. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കുക കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഉഡാൻ യാത്രി കഫേ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഉഡാൻ യാത്രി കഫേ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് നിലവിൽ വരുന്നത്. ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ നൽകാൻ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഏബിൾ പോയിൻ്റ് പദ്ധതി എന്നാണ് കേട്ടോ. ഏബിൾ പോയിൻ്റ് പദ്ധതി. ഇതിൻ്റെ ആദ്യത്തെ ഔട്ട്ലെറ്റ് എറണാകുളം, കാക്കനാട് ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഏബിൾ പോയിൻ്റ് പദ്ധതി എന്ന് പറയുന്നത്? ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ നൽകാൻ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ഏബിൾ പോയിൻ്റ് പദ്ധതി എന്ന് പറയുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഔട്ട്ലെറ്റ് എവിടെയാണ് തുടങ്ങുന്നത്? കാക്കനാട്, എറണാകുളത്തെ കാക്കനാടാണ് ഇതിൻ്റെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ആരംഭിക്കുന്നത്. കുട്ടികളിലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഹൃദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എഴുതി വെച്ചോണേ. കുട്ടികളിലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള കേരള സർക്കാർ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹൃദ്യം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ വടകരയിലാണ് നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ എവിടെ വരുന്നു? വടകരയിലാണ് നിലവിൽ വരുന്നത്. തിരുവനന്തപുരത്താണ് കേരള ജീനോം ഡാറ്റാ സെൻറ്റർ നിലവിൽ വന്നത്. അപ്പോൾ കേരള ജീനോം ഡാറ്റാ സെൻറ്റർ എവിടെയാണ് നിലവിൽ വന്നത്? തിരുവനന്തപുരത്താണ് കേട്ടോ. ഇതിൽ ഏബിൾ പോയിൻ്റ് പദ്ധതി, ഹൃദ്യം പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി വെച്ചേക്കണം കേട്ടോ. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി KG സനൽകുമാറിനെയാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിലവിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? KG സനൽകുമാർ. നമ്മുടെ നിലവിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? KG സനൽകുമാർ. പഠിച്ചിട്ട് പോവാട്ടോ. മുജ്തബ ഖാനൈ ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ്. അപ്പോൾ നിലവിലെ ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവ് ആരാണ്? മുജ്തബ ഖാനയാണ് കേട്ടോ. മുജ്തബ ഖാന. അപൂർവ രോഗം ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? കെയർ എന്നുള്ളതാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. പദ്ധതികളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപൂർവ രോഗം ബാധിച്ച് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? കെയർ എന്നുള്ളതാണ് കേട്ടോ. കെയർ. സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാനായി ഷാജി രാഘവനാണ് നിയമിതനായിട്ടുള്ളത്. സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാനായിട്ട് ആരാണ് നിയമിതനായിട്ടുള്ളത്? ഷാജി രാഘവനാണ് നിയമിതനായിട്ടുള്ളത്. റോബ് ജെറ്റൻ നെതർലാൻഡ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ നെതർലാൻഡിൻ്റെ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? റോബ് ജെറ്റൻ എന്നുള്ളതാണ് കേട്ടോ. റോബ് ജെറ്റൻ, നെതർലാൻഡ് കേട്ടോ. നെതർലാൻഡിൽ റോബ് ചെയ്യാൻ പോയി എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. റോബറി ചെയ്യാൻ വേണ്ടിയിട്ട് നെതർലാൻഡിൽ പോയി എന്ന് ആലോചിക്കാം കേട്ടോ. നീതി ആയോഗിൻ്റെ ഇടക്കാല CEO ആയി നിധി ചിബ്ബർ നിയമിതയായി. നീതി ആയോഗിൻ്റെ ഇടക്കാല CEO ആണ് കേട്ടോ. അപ്പോൾ നിലവിലെ നീതി ആയോഗിൻ്റെ CEO ആരാണ്? നിധി ചിബ്ബർ എന്ന് തന്നെ പറയാം. ഇടക്കാലമാണ് കേട്ടോ. അതായത് പെർമനൻ്റ് ആക്കിയിട്ടില്ല, ടെമ്പററി ആണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ഇടക്കാല CEO ആയിട്ട് ആരാണ് ഇപ്പോൾ നിയമിതയായിരിക്കുന്നത്? നിധി ചിബ്ബർ ആണ് കേട്ടോ. നിധി ചിബ്ബർ. 2026 50 വർഷം പൂർത്തിയാക്കി ഇടുക്കി അണക്കെട്ട്. അപ്പോൾ 2026 50 വർഷം പൂർത്തിയാക്കിയ ഏത് അണക്കെട്ടാണ്? ഇടുക്കി അണക്കെട്ടാണ് 2026 50 വർഷം പൂർത്തിയാക്കിയിട്ടുള്ളത്.
ദീപ്ത ഗുപ്ത ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അതായത് ഗെയിൽ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായി. അപ്പോൾ ഗെയിലിൻ്റെയൊക്കെ ചെയർമാനെയൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. പ്രിലിംസിന് ചോദിക്കാം, മെയിൻസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഗെയിലിൻ്റെയൊക്കെ ചെയർമാനൊക്കെ. അപ്പോൾ ആരാണ് നിലവിൽ? ദീപക് ഗുപ്തയാണ് കേട്ടോ. ദീപക് ഗുപ്ത ഗെയിൽ. അപ്പോൾ ഗാലെ ഗുപ്ത ഗെയിൽ, ദീപക് ഗുപ്ത ഗെയിൽ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പുതിയ ഗവർണർമാർ അപ്പോയിൻമെൻ്റ് ആക്കിയിട്ടുണ്ട്. ഏതൊക്കെ സംസ്ഥാനത്താണെന്ന് നമുക്ക് നോക്കാം. ഡോക്ടർ ആർ വി രവി എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ ഗവർണർ ആരാണ്? ആർ വി രവിയാണ് കേട്ടോ. പശ്ചിമ രവി എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഡോക്ടർ ആർ എൻ രവി, പശ്ചിമ ബംഗാൾ, പശ്ചിമ രവി കേട്ടോ, പശ്ചിമ രവി. ഇനി ലെഫ്റ്റനൻറ്റ് ജനറൽ റിട്ടയേർഡ് സയ്യിദ് അദാ ഹസൈന എവിടെയാണ്? ബീഹാറിലാണ് കേട്ടോ. ബീഹാറിൽ ഹസൈന, ബീഹാർ ഹസൈന, പശ്ചിമ രവി ബീഹാർ ഹസൈന കേട്ടോ. ഇനി തെലങ്കാനയിലാണെങ്കിൽ ശിവപ്രതാപ് ശുക്ലയാണ് കേട്ടോ. ശിവപ്രതാപ് ശുക്ലയാണ് തെലങ്കാനയിൽ ഗവർണറായിട്ടിരിക്കുന്നത് കേട്ടോ. ശിവപ്രതാപ് ശുക്ല തെലങ്കാന കേട്ടോ. ശിവൻ്റെ തലയിൽ നല്ല പ്രതാപമുണ്ട് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ശിവപ്രതാപ് ശുക്ല തെലങ്കാന കേട്ടോ. ഇനി ജിഷ്ണുദേവ് വർമ്മയാണെങ്കിലോ മഹാരാഷ്ട്രയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ ഗവർണർ ആരാണ്? ജിഷ്ണുദേവ് വർമ്മയാണ് കേട്ടോ. അതിന് ഷവർമ്മ മഹാ ടേസ്റ്റാണെന്ന് ആലോചിക്കുക കേട്ടോ. ജിഷ്ണുദേവ് വർമ്മ മഹാരാഷ്ട്രയിലെ ഗവർണറാണ് കേട്ടോ. അപ്പോൾ വർമ്മ ഷവർമ്മ മഹാ ടേസ്റ്റാണ് കേട്ടോ, മഹാരാഷ്ട്ര. നന്ദകിഷോർ യാദവ് ആണ് നാഗാലാൻഡിൽ കേട്ടോ. നന്ദകിഷോർ യാദവ് എവിടെയാണ്? നാഗാലാൻഡിലാണ് കേട്ടോ. നന്ദകിഷോർ യാദവ് നാഗാലാൻഡ്. നിങ്ങളിതൊരു കോഡ് വെച്ചിട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കോഡൊക്കെ വെച്ചിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ. എന്തായാലും ഇതൊന്നും ആരെങ്കിലും ഒരാളെ ചോദിക്കാണ്ടിരിക്കില്ല. നന്ദകിഷോർ യാദവ് നാഗാലാൻഡ്. കവിന്ദർ ഗുപ്ത എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. കവിന്ദർ ഗുപ്ത ഹിമാചൽ പ്രദേശിലാണ്. ഈ ഹിമാചൽ പ്രദേശിലെ സ്ഥലങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് കവിത എഴുതാൻ തോന്നും, അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ കവിന്ദർ ഗുപ്ത എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഇനി ലഫ്റ്റനൻറ്റ് ഗവർണർ വിനയ് കുമാർ സക്സേന എവിടെയാണ്? ലഡാക്കിലാണ് കേട്ടോ. ലഡാക്കിലെ ലഫ്റ്റനൻറ്റ് ഗവർണറാണ് വിനയ് കുമാർ സക്സേന എന്ന് പറയുന്നത് കേട്ടോ. ലഡാക്കിൽ പോയാൽ നമ്മൾ വിനയം കൊണ്ട് സക്സസ് ആവുമെന്ന് ആലോചിക്കുക. ലഡാക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താവും? വിനയം അധികമാവും. അങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിൽ സക്സസ് ആവുമെന്ന് ആലോചിക്കുക. ഇനി തരൺജിത്ത് സിംഗ് സന്ധു ആണെങ്കിലോ ഡൽഹിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണറാണ് കേട്ടോ. തരൺജിത്ത് സിന്ധു ആണ് ഡൽഹിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ കേട്ടോ. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം പുതിയ ഗവർണർമാരെ സംസ്ഥാനവും. ഡോക്ടർ ആർ എൻ രവി എവിടെയാണ്? പശ്ചിമ ബംഗാളാണ് കേട്ടോ. പശ്ചിമ രവി. ലെഫ്റ്റനൻറ്റ് ജനറൽ റിട്ടയർ സയ്യിദ് അദാ ഹസൈന എവിടെയാണ്? ബീഹാറിലാണ് കേട്ടോ. ബീഹാർ ഹസൈന. ശിവപ്രതാപ് ശുക്ലയാണെങ്കിൽ തെലുങ്കാന കേട്ടോ. ശിവപ്രതാപ് ശുക്ല തെലുങ്കാന കേട്ടോ. ശിവൻ്റെ തലയ്ക്ക് ഭയങ്കര പ്രതാപമുണ്ട് എന്ന് ആലോചിക്കുക. ജിഷ്ണുദേവ് വർമ്മയാണെങ്കിൽ മഹാരാഷ്ട്രയാണ് കേട്ടോ. മഹാരാഷ്ട്ര. ഷവർമ്മ വർമ്മ മഹാ ടേസ്റ്റാണ് കേട്ടോ. നന്ദകിഷോർ യാദവ് നാഗാലാൻഡ് കേട്ടോ. നന്ദകിഷോർ യാദവ് നാഗാലാൻഡിൽ. ഈ ടി വിയിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. നാഗിനി എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ഉണ്ടാവലുണ്ട്, നാഗിനി. അതിലിപ്പോൾ നന്ദ വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്ത നന്ദിനി കേട്ടോ. നാഗിനിയല്ല, നന്ദിനി പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു. അതിലും പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. നന്ദിനിയിൽ നാഗങ്ങളാണുള്ളത്. അപ്പം നന്ദകിഷോർ യാദവ് നാഗാലാൻഡ്. ഇനി കവിന്ദർ ഗുപ്ത ഹിമാചൽ പ്രദേശ് കേട്ടോ. കവിന്ദർ ഗുപ്ത ഹിമാചൽ പ്രദേശ്. നമുക്ക് ഹിമാചൽ പ്രദേശിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കവിതയൊക്കെ എഴുതാൻ തോന്നും. അവിടുത്തെ സൗന്ദര്യങ്ങൾ, അവിടുത്തെ സ്ഥലങ്ങളുടെ ബ്യൂട്ടി ഉണ്ട്. ഇനി ലെഫ്റ്റനൻറ്റ് ഗവർണർ വിനയ് കുമാർ സക്സേന ആണെങ്കിൽ ലഡാക്കിലാണ് കേട്ടോ. ലഡാക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിനയം കൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ സക്സസ് ആയി പോകും. ഇനി തരൺജിത്ത് സിംഗ് സന്ധു ആണെങ്കിൽ ഡൽഹിയിലെ ഗവർണർ ജനറലാണ് കേട്ടോ. പൊതു ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ സൗരോർജ്ജ വൈദ്യുത ശേഖരണ പദ്ധതി ഏതാണ്? പെരിഞ്ഞനമാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. പൊതു ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ സൗരോർജ്ജ വൈദ്യുത ശേഖരണ പദ്ധതി ഏതാണ്? പെരിഞ്ഞനമാണ്. പെരിഞ്ഞനം. വംശനാശ ഭീഷണി നേരിടുന്ന ധ്രുവക്കുറുക്കനെ അല്ലെങ്കിൽ നീലക്കുറുക്കനെ ഐസ്ലാൻഡിൽ കണ്ടെത്തി മലയാളി ഫോട്ടോഗ്രാഫറായ ഹരികുമാർ കേട്ടോ. ഹരികുമാറാണ് നമ്മുടെ ധ്രുവക്കുറുക്കനെ അല്ലെങ്കിൽ നീലക്കുറുക്കനെ ബ്ലൂ മോർഫ് എന്നാട്ടോ അതിന് പറയും ഇംഗ്ലീഷിൽ. അതിനെ ഐസ്ലാൻഡിൽ കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ അത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിവർഗമാണ് ധ്രുവക്കുറുക്കൻ അല്ലെങ്കിൽ നീലക്കുറുക്കൻ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാതയാണ് കോഴിക്കോട് വയനാട് തുരങ്കപാത എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത എവിടെയാണ്? കോഴിക്കോട് വയനാട് തുരങ്കപാതയാണ്. ഇനി നമുക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചാണ് നോക്കാനുള്ളത്.
2026 10ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യക്കാണ് ലഭിച്ചിരിക്കുന്നത്. T20 ക്രിക്കറ്റ് എത്രാമതാണ്? 10ാമതാണ്. 2026 ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യ സ്റ്റേഡിയം വേദി പഠിച്ചിരിക്കണം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഫൈനൽ. അവിടെ വെച്ചിട്ട് നടന്ന ഫൈനലിൽ ന്യൂസിലാൻഡിനെ നമ്മൾ 96 റൺസിന് തകർത്തിട്ടാണ് എന്ത് നേടിയിരിക്കുന്നത്? നമ്മൾ കിരീടം നേടിയിരിക്കുന്നത്. അപ്പോൾ 2026 10ാമത് T20 ക്രിക്കറ്റ് കിരീടം ആര് കൊണ്ടുപോയി? നമ്മൾ കൊണ്ടുപോയി. നമ്മൾ ഇന്ത്യക്കാർ കൊണ്ടുപോയി. വേദി എവിടെയെന്ന് അറിയാലോ? അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു ഫൈനൽ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഒരു എഡീഷനിൽ ഏറ്റവും കൂടുതൽ 6 എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കി മലയാളിയായ സഞ്ജു സാംസൺ. മറക്കരുത് കേട്ടോ, എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഒരു എഡീഷനിലാണ് ഏറ്റവും കൂടുതൽ 6 എന്ന റെക്കോർഡ്, അതായത് 24 6 എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കിയത് ആരാണ്? മലയാളിയായ നമ്മുടെ സഞ്ജു സാംസൺ. T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കി ന്യൂസിലാൻഡ് ബാറ്റർ ഫിൻ അലൻ. അപ്പോൾ ഈ T20 ക്രിക്കറ്റിൽ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് ആരാണ് നേടിയിരിക്കുന്നത്? ന്യൂസിലാൻഡിലെ ബാറ്ററായിട്ടുള്ള ഫിൻ അലനാണ് നേടിയിരിക്കുന്നത് കേട്ടോ. അവിടെ പറഞ്ഞിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 33 പന്തിലാണ് ഫിൻ സെഞ്ചുറി നേടിയത് കേട്ടോ. 33 പന്തിൽ സെഞ്ചുറി നേടിയിരിക്കുന്നത് കേട്ടോ ഫിന്ന്. ഇനി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം ജമ്മു കാശ്മീരിനാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രഞ്ജി ട്രോഫി 2026 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം ആർക്കാണ് കൊണ്ടുവരിക്കുന്നത്? ജമ്മു കാശ്മീരാണ് കൊണ്ടുവരിക്കുന്നത് കേട്ടോ. ജമ്മു രഞ്ജി. കായിക രംഗത്തെ വിഖ്യാത പുരസ്കാരമായ ലോറസിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. കായിക രംഗത്തെ വിഖ്യാത പുരസ്കാരമായ ലോറസ്, അതിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആര്? നമ്മുടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം കേട്ടോ. സച്ചിൻ ടെണ്ടുൽക്കർ ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റിയായി നിയോഗിക്കപ്പെട്ടു. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റി ആയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഛത്തീസ്ഗഡാണ് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ വെച്ചിട്ടാണ് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് നടക്കാൻ പോകുന്നത്? ഛത്തീസ്ഗഡിൽ വെച്ചിട്ടാണ് കേട്ടോ. ഛത്തീസ്ഗഡിൽ വെച്ചിട്ട്. ഇനിയും കുറച്ച് വിയോഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനി വധിക്കപ്പെട്ടു. അതും ചോദിക്കാം കേട്ടോ. വധിക്കപ്പെട്ടത് ആരാണെന്ന് ചോദിക്കാം. അയത്തുള്ള അലി ഖമീനിയാണ് കേട്ടോ. ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമീനിയാണ് വധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അയത്തുള്ള അലി ഖമീനി. മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. പ്രമുഖ ചരിത്രകാരനും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ KN പണിക്കർ അന്തരിച്ചു കേട്ടോ. വിഖ്യാത പോർച്ചുഗീസ് എഴുത്തുകാരൻ ആൻ്റോണിയോ ലോബി ആൻഡ്യൂൺസ് അന്തരിച്ചു. ഈ ഡോക്ടർ KN പണിക്കരുടെ ഒരു ആത്മകഥയുടെ പേരാണ്, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. കലുഷിതമായ കാലം എന്നുള്ളതാണ് കേട്ടോ. കലുഷിതമായ കാലം 2021 കേട്ടോ അത് പബ്ലിഷ് ചെയ്യുന്നത്. കലുഷിതമായ കാലം ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ഡോക്ടർ KN പണിക്കരുടെയാണ് കേട്ടോ. ഡോക്ടർ KN പണിക്കരുടെ ആത്മകഥയുടെ പേരെന്താണ്? കലുഷിതമായ കാലമാണ് കേട്ടോ. എഴുതി വെച്ചേക്കണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പ്രത്യേകിച്ച് ഇറാനൊക്കെ വരുന്ന ഈ ഭാഗം നന്നായിട്ട് പഠിക്കുക. പ്രിലിംസിലൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ ക്ലാസ് ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.